10ാം ക്ലാസ്സിലെ കേരള പാഠാവലി ടെക്സ്റ്റ് ബുക്കിലെ 2ാമത്തെ യൂണിറ്റിലെ 1ാമത്തെ പാഠഭാഗം. റെസിഡന്റ് എഡിറ്റർ. ആദ്യം ഈ പാഠഭാഗം വായിക്കാം. അടക്കം ചെയ്യപ്പെട്ട നിശബ്ദത പുറത്തു ചാടി കാഴ്ചകളുടെ ഘോഷയാത്ര നടത്തുന്നു. റെസിഡന്റ് എഡിറ്റർ. പുണ്യതീർത്ഥ സ്വാമികളുടെ പത്രത്തിലെ ഒരിടത്തരം റിപ്പോർട്ടറായിരുന്നു വെങ്കടേഷ് അയ്യങ്കാർ. നഗരത്തിലെ മജിസ്ട്രേറ്റ് കോടതികൾ ചുറ്റി കുറ്റവും ശിക്ഷയും കണ്ടെത്തുക, സന്ധ്യയ്ക്ക് മാമ്പലത്ത് കയ്യാങ്കളി ശാസ്ത്രികൾ നടത്തുന്ന രാമരാവണ യുദ്ധം എന്ന പ്രഭാഷക പരമ്പരയെക്കുറിച്ച് നിത്യവും പത്രത്തിൽ അരക്കോളം എഴുതുക എന്നീ മേയനങ്ങാ വേലകളായിരുന്നു അയ്യങ്കാരുടെ സാഹിത്യ പ്രവർത്തന പരിധിക്കകം. എത്രയോ വർഷം വ്യാഴവട്ട സ്മരണകൾ എഴുതിയിട്ടും താൻ ചീഫ് റിപ്പോർട്ടർ ആവുന്നില്ലെന്ന് കണ്ടപ്പോൾ വെങ്കടേശന് കുണ്ഠിതമായി. സഹിക്കവയ്യാതായത് പുറകെ വന്നവർ തന്റെ തലയ്ക്കു മുകളിലൂടെ പോയി റിപ്പോർട്ടേഴ്സ് ഇൻ ചീഫായി അരിയിട്ട് വാഴ്ത്തപ്പെട്ടപ്പോഴാണ്. അങ്ങനെ വെങ്കടേശൻ മനം നൊന്തിരിക്കുമ്പോൾ ലാൽ ബഹദൂർ ശാസ്ത്രി പ്രധാനമന്ത്രിയായി. വെങ്കടേശന്റെ ഭാഗ്യത്തിന് അധികം താമസിയാതെ ശാസ്ത്രിജി നഗരത്തിൽ വന്നു. അതൊരവസരമായിരുന്നു. എ ഗ്രേറ്റ് ഒക്കേഷൻ. ഇന്ത്യ പ്രധാനമന്ത്രിയെ ലാൽ ബഹദൂർ ശാസ്ത്രികൾ എന്ന് വിശേഷിപ്പിച്ച് അയ്യങ്കാർ അദ്ദേഹത്തിന്റെ പരിപാടികൾ കവർ ചെയ്തു. പത്രസ്വാമിക്ക് ബഹുസന്തോഷമായി. മുൻകൂറായി ഒരു ഇൻക്രിമെന്റ് കൊടുത്ത് അദ്ദേഹം വെങ്കടേശിനെ പ്രോത്സാഹിപ്പിച്ചു. 6 മാസത്തേക്ക് അയ്യങ്കാർ സന്തോഷവാനായി കാണപ്പെട്ടു. അത് കഴിഞ്ഞപ്പോൾ കുണ്ഠിതം തിരികെ വന്നു. അവസാനം ഒരു തീരുമാനത്തിലെത്തി. പത്രസ്വാമിയെ രാവിലെ വീട്ടിൽ ചെന്ന് കാണുക. അടിയന്തിരമായി ചീഫ് റിപ്പോർട്ടറായി പ്രൊമോഷൻ വേണം. ഇല്ലെന്നാൽ രാജിവെക്കുന്നു. മന്നിക്കണം. പിറ്റേന്ന് കാലത്ത് തിരുപ്പതി തമ്പുരാന്റെ വിഗ്രഹത്തെ പൂജിച്ച് വെങ്കടേശൻ പത്രസ്വാമിയുടെ വസതിയിൽ ചെന്നു. ആ സ്വാമി മുകളിലാണെന്ന് ഭൃത്യൻ വാൾദൊരൈ സ്വാമി പറഞ്ഞു. കോണി കയറാൻ വെങ്കടേശൻ തളത്തിൽ കടന്നപ്പോഴാണ് കൂറ്റൻ അൽസേഷ്യൻ പട്ടി കോണിയുടെ പിന്നിൽ നിന്ന് നിരായുധന്റെ നേർക്ക് കുരച്ചു ചാടുന്നത്. നിമിഷാർത്ഥം ശങ്കിക്കാതെ വെങ്കടേശൻ ഉടുത്ത മുണ്ടഴിച്ച് ശിങ്കത്തിന്റെ മുഖത്തെറിഞ്ഞ് കോണി കയറി. കൗപീനവും ഷർട്ടുകോട്ടും തലപ്പാവും ധരിച്ച് തന്റെ മുൻപിൽ നിൽക്കുന്ന വെങ്കടേശനെ നോക്കി താഴെ പട്ടിയുടെ ഉഗ്രമായ കുര ശ്രദ്ധിച്ച് പത്രസ്വാമി ഒരു നിമിഷം നിന്താൻ. പിന്നീട് രണ്ടുപേരും താഴെ ഇറങ്ങി. വെങ്കടേശന്റെ വസ്ത്രം പട്ടി ഇഞ്ചിഞ്ചായി കടിച്ച് നുറുക്കിയിടുകയാണ്. പട്ടിയെയും മറ്റേ വിശ്വസ്തനെയും മാറി മാറി നോക്കി പത്രസ്വാമി ചോദിച്ചു, ഉനക്ക് എന്നെ വേണം? വെങ്കടേശൻ പറഞ്ഞു, ചീഫ് റിപ്പോർട്ടർ ആകണം. പ്രത്യുൽപ്പന്നമതിയും കൊതിയനുമായ ഉനക്ക് അത് റൊമ്പം ചിന്ന പോസ്റ്റ്. വേറെന്താ വേണം? നിങ്ങൾ കൽപ്പിച്ചാൽ മതി. പത്രസ്വാമി ഉത്തരവായി. இந்த நிமிஷம் முதல் ஷெத்தும் போகும் வரைக்கும் நீ நம்ம പത്രത്തോട് റെസിഡന്റ് എഡിറ്റർ. 50 കഥകൾ VKN. ഈ പാഠത്തിന്റെ പഠന പ്രവർത്തനങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.